Hence our assumption is wrong. Hence our assumption is wrong. Our assumption എന്തായിരുന്നു? root 8 എന്താണെന്ന് root 8 rational എന്നാണ് assumption ആയിരുന്നു. അപ്പോൾ അത് തെറ്റാണ്. root 8 is not a rational number. Rational number അല്ലാത്ത റിയൽ നമ്പേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. Therefore root 8 is an irrational number. An irrational number. Next, prove that root 6 is rational. നമുക്ക് എഴുതാൻ മതി. അടുത്ത എക്സസൈസിലെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് ലോ. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഡി മോർഗൻസ് ലോ നമ്മൾ എഴുതിയല്ലേ? Let A and B are any two sets. Let A and B are any two sets. Then number 1, A union B whole complement equal to A complement intersection B complement. Number 2, A intersection B the whole complement is equal to A complement union B complement. ഇതിന്റെ പ്രൂഫ് വേണോ? നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെമ്മിൽ. നമ്മുടെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരെണ്ണം ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് രണ്ട് സെറ്റുകൾ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണേ? പി എന്ന സെറ്റും ക്യൂ എന്ന സെറ്റും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യണേ? പിയും ക്യൂവും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്നും ക്യൂ സബ്സെറ്റ് ഓഫ് പി എന്നും അല്ലേ? പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്നും ക്യൂ സബ്സെറ്റ് ഓഫ് പി എന്നും പ്രൂവ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്നും ക്യൂ സബ്സെറ്റ് ഓഫ് പി എന്നും പ്രൂവ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ എന്താവുള്ളൂ? പി ഈക്വൽ ടു ക്യൂ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ പിയുടെ പ്ലേസിൽ ഇവിടെ ഒരു ഇത്രയും പി എന്ന് വിചാരിക്കുക. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അതായത് സിംഗിൾ സെറ്റ് അല്ലേ? എ എന്ന സെറ്റ് എടുത്തു, ബി എന്ന സെറ്റ് എടുത്തു, അതിന്റെ യൂണിയൻ എടുത്തു, പിന്നെ അതിന്റെ കോംപ്ലിമെന്റ് എടുത്തു. അവസാനം കിട്ടുന്ന ഒരു സിംഗിൾ സെറ്റ് ആയിരിക്കുമല്ലോ. സിംഗിൾ സെറ്റ് ആണ്, സിംഗിൾ ടൺ സെറ്റ് അല്ല, ഒരു സെറ്റ് ആയിരിക്കും. അതുപോലെ ഇതും എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എടുത്താലും പുതിയതായിട്ടൊരു സെറ്റ് കിട്ടും. അപ്പോൾ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്നുള്ള കോൺസെപ്റ്റിൽ ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എ യൂണിയൻ ബി കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും സെയിം ആണെന്ന് കാണിക്കാൻ ഇത് പിയും ഇത് ക്യൂവും എന്ന് വിചാരിച്ചാൽ പി രണ്ട് സെറ്റുകൾ ഈക്വൽ എന്നാണ് കാണിക്കേണ്ടത്. രണ്ട് സെറ്റുകൾ ഈക്വൽ എന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കാണിക്കണം? പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്നും തിരിച്ച് ക്യൂ സബ്സെറ്റ് ഓഫ് പി എന്നും കാണിക്കും. നമുക്ക് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്.
അപ്പോൾ അതുകൊട്ടെ എങ്ങനെയാ പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് കാണിക്കുന്നത്? ഒരു പിയിൽ നിന്ന് ഒരു ആർബിട്രറി എലമെന്റ് എടുക്കും, അത് ഏതെങ്കിലും വഴിക്ക് ആ ആർബിട്രറി എലമെന്റ് ക്യൂവിലുണ്ടെന്ന് കാണിച്ചാൽ മതിയല്ലോ. പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പിയിൽ നിന്ന് ഒരു ആർബിട്രറി എലമെന്റ് എക്സ് എടുക്കുക, അത് ക്യൂവിലുണ്ടെന്ന് കാണിക്കുക, എങ്കിൽ എന്താവും? പി സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. കാര്യം എന്താണ്? ഒരു ആർബിട്രറി എലമെന്റിൽ എടുക്കുന്നത്, ഒരു ആർബിട്രറി എലമെന്റ് ഇവിടെ ഉണ്ട്, അതേ സെയിം ആർബിട്രറി എലമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഏത് എലമെന്റ് എടുത്താലും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലെ, പിയിലെ ഒരു ആർബിട്രറി എലമെന്റ് ക്യൂവിലുണ്ടെങ്കിൽ പിയിലെ എല്ലാ എലമെന്റും സ്വാഭാവികമായിട്ടും ക്യൂവിലുണ്ടാവും. കാരണം ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ആർബിട്രറി എലമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് പ്രൂവ് ചെയ്യുന്ന കോൺസെപ്റ്റ്. അപ്പോൾ നമുക്കിവിടെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് മതി? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ യൂണിയൻ ബി കോംപ്ലിമെന്റിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുക. അല്ലെ, let x element of A union B the whole complement. ഒരു ആർബിട്രറി എക്സ് ആണ്. എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എങ്കിൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് അറിയാലോ, എക്സ് എവിടെ കാണൂല? എ യൂണിയൻ ബിയിൽ ഉണ്ടാവൂല. എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടാവൂല എന്ന് വെച്ചാൽ എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടാവൂല എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് എക്സ് എവിടെയൊക്കെ കാണൂല? എക്സ് ഉറപ്പായിട്ട് എയിലും കാണത്തില്ല, എക്സ് ഉറപ്പായിട്ട് ബിയിലും കാണത്തില്ല. അല്ലെ, എവിടെയെങ്കിലും ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ എ യൂണിയൻ ബിയിൽ വന്നു പോകില്ലേ? അപ്പോൾ എയിലും ഉണ്ടാവില്ല, ബിയിലും ഉണ്ടാവില്ല. എക്സ് എയിലില്ല എന്ന് വെച്ചാൽ മീനിങ് എന്താ? എക്സ് എലമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. എക്സ് ബിയിലില്ല എന്ന് വെച്ചാൽ മീനിങ് എന്താ? എക്സ് എലമെന്റ് ഓഫ് ബി കോംപ്ലിമെന്റ് ആണ്. എക്സ് എലമെന്റ് ഓഫ് എ കോംപ്ലിമെന്റും ആണ്, എക്സ് എലമെന്റ് ഓഫ് ബി കോംപ്ലിമെന്റും ആണ്. എന്ന് വെച്ചാൽ എന്താണ്? എക്സ് എ കോംപ്ലിമെന്റിലും ഉണ്ട്, ബി കോംപ്ലിമെന്റിലും ഉണ്ടെന്ന് വെച്ചാൽ എക്സ് എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് എവിടെ നിന്ന് തുടങ്ങിയതാ? എക്സ് എലമെന്റ് ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിൽ തുടങ്ങി. എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ടെന്ന് കിട്ടി. ഹെൻസ് നമുക്ക് എന്ത് പറയാം? ഹെൻസ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് is a subset of A complement intersection B complement. This is equation 1. ഒരു ആർബിട്രറി എക്സ് ആണല്ലോ, തിരിച്ച് പറയണമല്ലോ. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പോൾ തിരിച്ചു പറയാൻ എന്ത് ചെയ്യണം? അല്ലെ, ഈ ഇവിടെയും തിരിച്ചു പറയണ്ടേ? തിരിച്ചു പറയാൻ ഇവിടെ നിന്ന് ഒരു എലമെന്റ് എടുക്കുക, അത് ഇവിടെ ഉണ്ടെന്ന് കാണിക്കുക. Now ചുമ്മാ ഒരു രസത്തിന് കോൺവേഴ്സിൽ എന്നിരിക്കും. കോൺവേഴ്സിൽ ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് y എലമെന്റ് ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ടെങ്കിൽ y എവിടെ കാണും? y എ കോംപ്ലിമെന്റിലും ഉണ്ട് ആൻഡ് y ബി കോംപ്ലിമെന്റിലും ഉണ്ട്. രണ്ടിടത്തും ഉണ്ടല്ലോ, രണ്ടിടത്തും ഉണ്ടെങ്കിൽ ഇന്റർസെക്ഷനിൽ വരുള്ളൂ. അപ്പോൾ y എവിടെ എ കോംപ്ലിമെന്റിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എവിടെ ഉണ്ടാവില്ല? എയിൽ ഉണ്ടാവില്ല. ബി കോംപ്ലിമെന്റിൽ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവില്ല? ബിയിൽ ഉണ്ടാവില്ല. y എയിലും ഇല്ല, y ബിയിലും ഇല്ല. അപ്പോൾ y എവിടെ ഉണ്ടാവില്ല? എ യൂണിയൻ ബിയിൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ. എയിലും ഇല്ല ബിയിലും ഇല്ലാത്ത ആൾ എ യൂണിയൻ ബിയിൽ ഉണ്ടാവും. y എ യൂണിയൻ ബിയിൽ ഉണ്ടാവില്ല. അപ്പോൾ y എ യൂണിയൻ ബിയിൽ ഇല്ലെങ്കിൽ എ യൂണിയൻ ബിന്റെ കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെയും തുടങ്ങി? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ടെന്നല്ലേ തുടങ്ങിയത്, ഇവിടെയല്ലേ എത്തിച്ചേർന്ന്. അതിന്റെ മീനിങ് എന്താ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്നായില്ലേ? So using 1 and 2, A union B the whole complement is equal to A complement intersection B complement. ഇതുപോലെ രണ്ടാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യാലോ. അപ്പോൾ
സെക്കൻഡ് പാർട്ട് ഹോംവർക്ക് ആണേ. അടുത്തത് ഇപ്പോൾ ജനറലൈസ്ഡ് ഡി മോർഗൻസ് ലാ prove that intersection n is equal to 1 to infinity, intersection n is equal to 1 to infinity, prove that intersection n is equal to union n is equal to 1 to infinity an is equal to intersection an complement, intersection an complement n is equal to 1 to infinity. ജനറലൈസ്ഡ് ഡി മോർഗൻസ് ലാ അല്ലേ? ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ആക്ച്വലി എന്താ പറഞ്ഞിരിക്കുന്നത്? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് where a1 a2 a3 etc are any sets. അത് a1 a2 a3 a4 a5 a6 etc infinite number of sets ഉണ്ട്. അവയുടെയൊക്കെ യൂണിയൻ എടുത്തിട്ട് അല്ലെ വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഇവിടെ ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? പറഞ്ഞോളൂ. ഉണ്ടല്ലോ, ഹോൾ കോംപ്ലിമെന്റ് വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ലല്ലോ. വേണം. സോ യൂണിയൻ an the whole complement അത് വേണം. അല്ലെങ്കിൽ യൂണിയൻ an the whole complement is equal to intersection an complement. അത് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ n ഇവിടെ ഇൻഡെക്സ് ആണ്, അതായത് a1 യൂണിയൻ a2 n വേരി ചെയ്യുന്നത് ഇവിടെ എന്റെ ആ പേരിന് വേണ്ടി മാത്രമാണ്. a2 a3 എക്സെട്ര ഇങ്ങനെ പോകും. ഇവയുടെ കോംപ്ലിമെന്റ് is equal to a1 complement intersection a2 complement intersection etc. n വേരി ചെയ്യുന്നതാണ്. n 1 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് പകരമാണ് അല്ലേ, ഇങ്ങനെ എഴുതാൻ മടി കാണിച്ചിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ എഴുതി അല്ലെ, ഇത്രയും എഴുതി ലെങ്തി ആക്കുന്നതിന് പകരമാണ് കുഞ്ഞാറ്റം എഴുതി. ഇപ്പോൾ സിമ്പിളൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് ഭംഗിക്ക് കൂടി വേണ്ടിയാണെന്ന് വിചാരിച്ചു, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ശരി, അപ്പോൾ ലെറ്റ് എക്സ് ബി എനി സെറ്റ്. അപ്പോൾ നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സെറ്റ് ഓഫ് എന്ന കോൺസെപ്റ്റ് തന്നെ അപ്ലൈ ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് സൈഡ് സബ്സെറ്റ് ഓഫ് റൈറ്റ് സൈഡ് സബ്സെറ്റ് ഓഫ് ലെഫ്റ്റ് സൈഡ് എന്നതാണ്. അപ്പോൾ ഞാൻ ഒരു എലമെന്റ് എടുക്കും, ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് യൂണിയൻ എ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേരി ചെയ്യുന്നത് n വേരീസ് ഫ്രം 1 to infinity. കോംപ്ലിമെന്റ് ഒന്നുകൂടി വേണം, കോംപ്ലിമെന്റ് ലെഫ്റ്റ് സൈഡ് എക്സ് എടുത്തു, റൈറ്റ് സൈഡിലുണ്ടെന്ന് കാണിച്ചാൽ മതി നമ്മുടെ. അപ്പൊ എവിടെ ഉണ്ടാവൂല എക്സ്
എക്സ് യൂണിയന്റെ കോംപ്ലിമെന്റിൽ ഉണ്ടെങ്കിൽ എക്സ് യൂണിയനിൽ ഉണ്ടാവില്ല. എക്സ് നോട്ട് എലമെന്റ് ഓഫ് യൂണിയൻ എ എൻ അല്ലേ? n is equal to 1 to infinity. എക്സ് യൂണിയൻ എൻ ഉണ്ടാവില്ല. അപ്പോ ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് എന്താ? എക്സ് നോട്ട് എലമെന്റ് ഓഫ് A1 യൂണിയൻ A2 യൂണിയൻ A3 യൂണിയൻ എക്സെട്രാ എന്നല്ലേ? ഈ യൂണിയനിൽ ഉണ്ടാവില്ല. എക്സ് A1 കാണൂല, എക്സ് A2 ഉണ്ടാവില്ല, എക്സ് A3 ഉണ്ടാവില്ല, എക്സ് ഒരു സെറ്റുകളിലും ഉണ്ടാവില്ല. കാരണം എന്താ? ഏതെങ്കിലും ഒരു സെറ്റിൽ വന്നാൽ അവയുടെ യൂണിയനിൽ അത് വന്നല്ലേ പറ്റുള്ളൂ. അപ്പോ യൂണിയനിൽ ഇല്ലാത്തത് കൊണ്ട് ഒരിടത്തും ഉണ്ടാവില്ല. ഒരിടത്തും ഉണ്ടാവില്ല എന്ന് നമ്മൾ മാത്തമെറ്റിക്കലായിട്ട് എഴുതുന്നത് എങ്ങനെയാ? ദാറ്റ് ഈസ് എക്സ് not element of an for any n. അല്ലെങ്കിൽ എനിക്ക് എക്സ് നോട്ട് എലമെന്റ് ഓഫ് ഇങ്ങനെ എഴുതിക്കോ. ഇങ്ങനെ എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എക്സ് നോട്ട് എലമെന്റ് ഓഫ് A1, എക്സ് നോട്ട് എലമെന്റ് ഓഫ് A2, എക്സ് നോട്ട് എലമെന്റ് ഓഫ് A2, എക്സ് നോട്ട് എലമെന്റ് ഓഫ് A3 എക്സെട്രാ എക്സെട്രാ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാം. അതിനേക്കാളും ബെറ്റർ എക്സ് നോട്ട് എലമെന്റ് ഓഫ് AN ഫോർ എനി n. അപ്പോ എക്സ് ANൽ ഇല്ലെങ്കിലോ? എക്സ് എവിടെയുണ്ട്? ANന്റെ കോംപ്ലിമെന്റിൽ ഉണ്ടാവും. ഫോർ എനി എന്നിന് വരെ ഫോർ ഓൾ n അല്ലേ? എല്ലായിടത്തും ഉണ്ടാവൂല, എല്ലായിടത്തിന്റെയും കോംപ്ലിമെന്റിൽ ഉണ്ടാവും. എക്സ് എലമെന്റ് ഓഫ് AN കോംപ്ലിമെന്റ്. എക്സ് എല്ലായിടത്തും ഉണ്ടാവുന്ന മീനിങ് എന്താ? ഇതിന്റെ മീനിങ് എന്താ? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? എക്സ് A1 കോംപ്ലിമെന്റിലുണ്ട്, എക്സ് A2 കോംപ്ലിമെന്റിലുണ്ട്, എക്സ് A3 കോംപ്ലിമെന്റിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്ന് വെച്ചാൽ എക്സ് ഈ സെറ്റുകളുടെ ഒക്കെ ഇന്റർസെക്ഷനിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ ഉണ്ടാവും. ഹെൻസ് എക്സ് എലമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ AN complement. n varies from 1 to infinity. എല്ലായിടത്തും ഉണ്ട്. അതാണ് n വേരിയേഷൻ 1 to infinity. ആയല്ലോ. ഇവിടെ നിന്ന് എനിക്ക് എന്ത് പറയാം? ലെഫ്റ്റ് സൈഡ് അല്ലെ? ഇവിടെ നിന്നല്ലേ എടുത്തേ? ലെഫ്റ്റ് സൈഡിൽ നിന്നല്ലേ എക്സ് എടുത്തേ? റൈറ്റ് സൈഡിൽ ഉണ്ടെന്ന് കിട്ടിയല്ലോ. ഒരു ആർബിട്രറി എലമെന്റ് എടുത്തപ്പോൾ ഉണ്ടെങ്കിൽ ഏത് എലമെന്റ് എടുത്താലും ഉണ്ടാവും. അതുകൊണ്ട് യൂണിയൻ AN the whole complement is subset of intersection AN complement. അല്ലേ? ഇതിന്റെ ഇക്വേഷൻ കൊണ്ടുവന്നു. n varies from 1 to infinity അല്ലേ? ഇക്വേഷൻ വന്നു. തിരിച്ചു പറയാനല്ലോ. കോൺവേഴ്സ്ലി തിരിച്ചു പറയാൻ എന്ത് പറയാ? കോൺവേഴ്സ്ലി ഇവിടെ നിന്നൊരു y എടുക്കുക അല്ലെ? ഇവിടെ നിന്ന് എലമെന്റ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടെന്ന് കാണിക്കും. Conversely, let y element of intersection AN complement n varies from 1 to infinity. ഇതിന്റെ മീനിങ് എന്താ? y element of intersection A complement എന്ന് വെച്ചാൽ എന്താണ്? എല്ലായിടത്തും ഉണ്ടെന്നല്ലേ? That is y element of A1 complement and A2 complement എല്ലായിടത്തും ഉണ്ട്. Y element of AN complement for all n. ഇതുകൊണ്ടുള്ള ഈ ഒറ്റ ലൈൻ കൊണ്ടെന്ന് വെച്ചാൽ വലിയ ആൾക്കാരെ വലിയ കുറെ നമ്പർ ഓഫ് ലൈൻസിനെ ഉദ്ദേശിക്കുന്നതാണ്. Y element of A1, Y element of A2, Y element of A3 എക്സെട്രാ എന്ന് പറയുന്നതിന് പകരമാണ് Y element of A1 complement, A1 complement, A2 complement എക്സെട്രാ എന്ന് പറയുന്നതിന് പകരമാണ് Y element of
an കോംപ്ലിമെന്റ് ഫോർ ഓൾ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് y എലമെന്റ് ഓഫ് an കോംപ്ലിമെന്റ് ആണെങ്കിൽ y എവിടെ ഉണ്ടാവൂല, y നോട്ട് എലമെന്റ് ഓഫ് an അല്ലേ. y an കോംപ്ലിമെന്റ് ഇല്ലെങ്കിൽ y an ഇല്ലല്ലോ. ഫോർ ഓൾ n അപ്പോ y an ഇല്ല എങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഇന്റർസെക്ഷൻ an കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് യൂണിയൻ an ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് പറയണം? ഇന്റർസെക്ഷൻ an കോംപ്ലിമെന്റ് എന്ന് ഒരു y എടുത്തിട്ട് ഈ ലെഫ്റ്റ് ഇവിടെ നിന്ന് ഒരു y എടുത്തിട്ട് ഇത് ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. ഈ ലൈൻ എഴുതണമെങ്കിൽ അല്ലേ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഇന്റർസെക്ഷൻ an കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് യൂണിയൻ an ദ ഹോൾ കോംപ്ലിമെന്റ് എന്നാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു y എടുത്തിട്ട് ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് y എലമെന്റ് ഓഫ് യൂണിയൻ an ദ ഹോൾ കോംപ്ലിമെന്റ് എന്നാണ്. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്, y എലമെന്റ് ഓഫ് യൂണിയൻ an ദ ഹോൾ കോംപ്ലിമെന്റ്. y an ഇല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ y an ഇല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഫോർ ഓൾ n. അപ്പോൾ y എവിടെ ഉണ്ടാവൂല? ഒരിടത്തും ഇല്ല എന്ന് വെച്ചാൽ a1 യൂണിയൻ a2 യൂണിയൻ എക്സെട്ര യൂണിയൻ ഒരിടത്തും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? y നോട്ട് എലമെന്റ് ഓഫ് y എലമെന്റ് ഓഫ് യൂണിയൻ an, y നോട്ട് എലമെന്റ് ഓഫ് യൂണിയൻ an അല്ലെ. y യൂണിയൻ an ഇല്ലെങ്കിലോ? y യൂണിയൻ an ഇല്ലെങ്കിൽ y എവിടെ ഉണ്ടാവും? y ദാറ്റ് ഈസ് y നോട്ട് എലമെന്റ് ഓഫ് യൂണിയൻ an എന്ന് വെച്ചാൽ y എലമെന്റ് ഓഫ് യൂണിയൻ an കോംപ്ലിമെന്റ് എന്നല്ല നമ്മുടെ റിസൾട്ട് ആയല്ലോ. അപ്പോൾ ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് എടുത്താൽ from 1 and 2 1 എന്താണ്? യൂണിയൻ an കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് ഇന്റർസെക്ഷൻ an, യൂണിയൻ an ദ ഹോൾ കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് ഇന്റർസെക്ഷൻ an കോംപ്ലിമെന്റ്. ഇവിടെ ഇന്റർസെക്ഷൻ an കോംപ്ലിമെന്റ് സബ്സെറ്റ് ഓഫ് യൂണിയൻ an ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പോൾ രണ്ടും എന്തായി? a സബ്സെറ്റ് p സബ്സെറ്റ് ഓഫ് q q സബ്സെറ്റ് ഓഫ് p പോലെ ആയില്ലേ? അപ്പോൾ p is equal to q ആക്കാലോ. യൂണിയൻ an complement union an the whole complement is equal to intersection an complement. The n varies from n is equal to 1 to infinity. ഇവിടെയും n is equal to 1 to infinity. ഇവിടെയും n is equal to 1 to infinity. ഇവിടെ n is equal to 1 to infinity. Okay. അപ്പോൾ